ചിലരുടെ ജീവിതത്തിലുണ്ടായ ചില ഭയാനകമായ അനുഭവങ്ങൾ, അവർക്കാർക്കും മറക്കാൻ പറ്റാത്ത പേടിപ്പെടുത്തുന്ന ആ അനുഭവങ്ങളെല്ലാം ശ്മശാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ചിലതെന്നെ ചിന്തിപ്പിച്ചു, ചിലത് പേടിപ്പിച്ചു, ചിലത് കണ്ണു നനയിച്ചു. ഇതിലേതനുഭവമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതും ഭയപ്പെടുത്തിയതുമെന്ന് കമന്റ് ബോക്സിൽ പറയണേ. ഒപ്പം തന്നെ ചാനലിൻ്റെ ഗ്രോത്തിനായി ഒരു ലൈക്ക് കൂടി ചെയ്തേക്കണേ. ഈ അനുഭവം ഉണ്ടായത് അരുണിനാണ്. ഈ സംഭവം അരുണിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് സംഭവിച്ചത്. അരുണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ അദ്ദേഹത്തിനുണ്ടായ ഈ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ സുഹൃത്തിൻ്റെ വീടിൻ്റെ തൊട്ടുപുറകിൽ വലിയൊരു സിമിത്തേരി ഉണ്ട്. അവൻ്റെ വീടിനും ഈ സിമിത്തേരിക്കും ഇടയിൽ ഒരു കൈത്തോട് ഒഴുകുന്നുണ്ട്. ഈ കൈത്തോടിനപ്പുറമാണ് ആ സിമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ 4 വശവും നല്ല ഉയരമുള്ള ചുറ്റുമതിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. അവൻ്റെ വീട്ടിൽ അവൻ ഒറ്റയ്ക്കാകുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ പോയി നിൽക്കാറുള്ളത്. പക്ഷേ ഈ സംഭവം ഉണ്ടായതോടുകൂടി ഞാൻ അവൻ്റെ വീട്ടിൽ പോകുന്ന പതിവങ്ങ് നിർത്തി. അന്ന് രാത്രി ഞാനും എൻ്റെ സുഹൃത്ത് സൂരജും ചേർന്ന് 4-5 ബോട്ടിൽ ബിയർ അകത്താക്കിയിരുന്നു. പാതിരാത്രിയോടടുത്ത് വാതിൽ തുറക്കുന്നൊരു ശബ്ദം കേട്ട് ഞാൻ ഉറക്കത്തിൽ നിന്നുണർന്നു. ആ സമയം സൂരജ് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി പോകുന്നതായി ഞാൻ കണ്ടു. ആ വാതിലിന് മുൻവശത്തായി ഒരു നീളൻ വരാന്തയുണ്ടായിരുന്നു. ആ വരാന്തയുടെ അറ്റത്തായിരുന്നു ടോയ്ലറ്റ്. അവൻ ടോയ്ലറ്റിൽ പോയതാകുമെന്നാണ് ഞാൻ ഓർത്തത്. അതോടെ ഞാനും എണീറ്റ് അവൻ്റെ പിന്നാലെ ചെന്നു. എന്നാൽ എനിക്കും അപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ തോന്നിയിരുന്നു. സൂരജ് ടോയ്ലറ്റിൽ പോയതിനു ശേഷം എന്നെ ഒന്ന് നോക്കാതെ പോലും അവൻ തിരിച്ചു മുറിയിലേക്ക് പോയി. ആ സമയത്തും അവൻ അകത്താക്കിയ ബിയറിൻ്റെ കെട്ടിറങ്ങിയിരുന്നില്ല. എൻ്റെയും അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. അതിനാൽ ഞാനും അവനോടൊന്നും തന്നെ മിണ്ടിയില്ല. നേരെ ടോയ്ലറ്റിലേക്ക് കയറി നിന്ന എൻ്റെ നോട്ടം യാഥാർത്ഥികമായി ടോയ്ലറ്റിൻ്റെ ചെറിയ വെന്റിലേഷനിലേക്ക് നീണ്ടു ചെന്നു. വീടിന് പിന്നിലുള്ള ആ ടോയ്ലറ്റിൻ്റെ വെന്റിലേഷനിൽ കൂടി നോക്കിയാൽ പിൻവശത്തുള്ള ആ കൈത്തോട് കാണാമായിരുന്നു. ആ തോടിനോരത്തുള്ള സിമിത്തേരിയുടെ വലിയ മതിലിലേക്ക് എൻ്റെ നോട്ടം എത്തി നിന്നു. ഉയരമുള്ള ആ മതിൽ ആരോ ഇരിക്കുന്നതായി ഞാൻ കണ്ടു. അതാരായിരുന്നെങ്കിലും അതിൻ്റെ നോട്ടം എൻ്റെ നേർക്കായിരുന്നു. ഞാൻ ഉടൻ തന്നെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടപ്പുറയുള്ളൊരു വലിയ ജനൽ കൂടി ആ ഭാഗത്തേക്ക് നോക്കി. ഞാൻ ആ വിൻഡോയിൽ കൂടി അയാളെ നോക്കുന്നത് അയാൾ കണ്ടുവെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അതോടെ ആ രൂപം മതിൽ എണീറ്റു നിന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു സ്ത്രീയാണെന്ന്. ആ സ്ത്രീ എന്നെ കണ്ടതോടെ ആ മതിൽ കൂടി മുന്നോട്ട് നടന്നു. പക്ഷേ അപ്പോഴും അവരുടെ നോട്ടം എൻ്റെ നേർക്കായിരുന്നു. ചുറ്റുപാടും അധികം വെളിച്ചമൊന്നുമില്ലായിരുന്നു. ആ സ്ത്രീയുടെ മുഖം എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ മുഖം റൈറ്റ് സൈഡിലേക്കായിരുന്നു, അതായത് എൻ്റെ നേർക്ക്. അപ്പോൾ എൻ്റെ തൊട്ട് പിന്നിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലൊരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ വെട്ടിത്തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. ആ കാഴ്ച കണ്ട് ഞാൻ ഭയന്ന് വിറച്ചുപോയി. കാരണം വരാന്തയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ഡോറിനടുത്ത് എൻ്റെ കൂട്ടുകാരൻ സൂരജ് നിൽക്കുന്നു. അവൻ്റെ കാലുകൾ ചെളിയിൽ പുതഞ്ഞിരുന്നു. അവൻ ധരിച്ചിരുന്ന ഹാഫ് പാൻറിൽ നിന്ന് വെള്ളത്തുള്ളികൾ താഴേക്കിറ്റിട്ട് വീണുകൊണ്ടിരുന്നു. ആ വെള്ളത്തിൻ്റെ ശബ്ദമാണ് ഞാനപ്പോൾ കേട്ടത്. തൊട്ടു മുമ്പ് ടോയ്ലറ്റിൽ നിന്ന് തിരിച്ച് മുറിയിലേക്ക് പോയ സൂരജിനെ ആ കോലത്തിൽ ഡോറിനടുത്ത് കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നു പോയിരുന്നു.
എങ്കിലും ഞാൻ അവനോടായി പറഞ്ഞു, സൂരജ്, ദേ നീ അങ്ങോട്ട് നോക്കിക്കേ. അവിടെ മതിലിന് മുകളിൽ ഒരു സ്ത്രീ നിൽക്കുന്നു. ഏത് സ്ത്രീ? ഞാനവിടെ ഒരു സ്ത്രീയെയും കണ്ടില്ലല്ലോ. സൂരജ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞ് വീണ്ടും ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി. പക്ഷെ അപ്പോൾ ആ സ്ത്രീ അവിടെ ഇല്ലായിരുന്നു. അതോടെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ നേർക്ക് നോക്കി. ഇത്തവണ ഭയത്താൽ എൻ്റെ രോമകൂപങ്ങൾ വരെയും എഴുന്നു നിന്നൊരു കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത്. എൻ്റെ സുഹൃത്ത് സൂരജ് അവിടെ നിന്ന് മുറിയിലേക്ക് നടന്നു പോകുന്നു. പക്ഷേ അവൻ്റെ കഴുത്ത് എൻ്റെ നേർക്ക് തിരിഞ്ഞാണിരുന്നത്. ആ കണ്ണുകളുടെ കൂർത്ത നോട്ടം അതെന്നിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. കാലുകൾ മുന്നോട്ടും കഴുത്ത് തിരിഞ്ഞ് പിന്നോട്ട് നിൽക്കുന്ന അവൻ്റെ ആ രൂപം കണ്ട് എൻ്റെ കാലുകൾ നിലത്തുറച്ചുപോയി. എനിക്കവിടെ നിന്ന് എങ്ങോട്ടും ഓടിപ്പോകാൻ പറ്റത്തില്ലായിരുന്നു. കാരണം പുറത്തേക്കുള്ള വഴി ആ വരാന്തയുടെ അറ്റത്തുള്ള ഡോറിലൂടെ ആയിരുന്നു. ആ വരാന്തയിലൂടെയാണ് സൂരജ് ഈ രീതിയിൽ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നത്. അവൻ റൂമിനകത്ത് കയറിയതും ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഓടി പുറത്തിറങ്ങി. മുറ്റത്തിരുന്ന് എൻ്റെ ബൈക്ക് സ്റ്റാർട്ടാക്കി നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം സൂരജ് എന്നെ ഫോൺ വിളിച്ചു. അവനോടൊന്നും പറയാതെ എന്തിനാണ് ഇന്നലെ രാത്രിയിൽ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് അവൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ സൂരജിനോട് ഇന്നലെ ഉണ്ടായ ഭയാനകമായ സംഭവങ്ങൾ വിവരിച്ചു. അവൻ്റെ വിചിത്രമായ നടപ്പും ആ നോട്ടവും എല്ലാം ഞാൻ വള്ളി പുള്ളി തെറ്റാതെ അവനെ പറഞ്ഞു കേൾപ്പിച്ചു. ആ സമയത്താണ് എന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അവൻ എന്നോട് പറഞ്ഞത്. അവൻ്റെ വീടിന് പിന്നിലുള്ള ആ കൈത്തോട്ടിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപരിചിതയായ ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടിയിരുന്നു. ആ സ്ത്രീയെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ കഴിയാഞ്ഞതിനാൽ അവരുടെ മൃതദേഹം അടുത്ത് തന്നെയുള്ള ആ സിമിത്തേരിയിലാണ് അടക്കം ചെയ്തത്. ആ സിമിത്തേരിയുടെ പരിസരത്ത് വെച്ച് ആ സ്ത്രീയെ പലരും പലപ്പോഴും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്തോ അവൻ്റെ വീട്ടുകാരോ ആ സ്ത്രീയുടെ പ്രേതത്തെ ഇതുവരെയും കണ്ടിട്ടില്ല. പിന്നീട് അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എൻ്റെ ഭയം ഇരട്ടിയായി. അവൻ ഇന്നലെ ഒരു തവണ മാത്രമേ ടോയ്ലറ്റിൽ പോകാനായി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നുള്ളൂ. പിന്നീട് അവൻ മുറിക്ക് പുറത്തേക്കോ വീടിന് പുറത്തേക്കോ ഇറങ്ങിയിരുന്നില്ല. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ സൂരജ് CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തു. ആ ഫുട്ടേജ് നോക്കിക്കൊണ്ട് തന്നെ അവൻ എന്നോട് പറഞ്ഞു, നീ ആ വലിയ ജനലിനടുത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ തിരിഞ്ഞു നിന്ന് നീ ശൂന്യതയിലേക്ക് നോക്കി എന്തൊക്കെയോ പറയുന്നു. നിന്റെ മുന്നിൽ ഇപ്പറഞ്ഞതുപോലെ ആരുമില്ല. പിന്നീട് നീ ആ വരാന്തയിലൂടെ പുറത്തേക്ക് ഓടി ഇറങ്ങുന്നു. ഞാൻ സൂരജിനോട് ആണയിട്ട് പറഞ്ഞു, ഞാൻ ആ സമയം നിന്നോടാണ് സംസാരിച്ചത്. നിന്റെ ഭയാനകമായ പെരുമാറ്റം കണ്ട് ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. പക്ഷേ എൻ്റെ ഫ്രണ്ട് സൂരജ് അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷനും എനിക്ക് തന്നില്ല. ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഇന്നും ചില രാത്രികളിൽ എൻ്റെ ഈ അനുഭവം എന്നെ ഉറക്കം കെടുത്താറുണ്ട്. ഇനി മറ്റൊരനുഭവം പറയാം. ഈ അനുഭവം രേഖയുടേതാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് രേഖയ്ക്കുണ്ടായ ഈ അനുഭവം അവരുടെ കാഴ്ചപ്പാടിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. അന്ന് ഞാനൊരു ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ബിടെക്കിന് പഠിക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഷാറുഖിൻ്റെ വലിയ ഫാനായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ. ഷാറുഖ് ഖാനോടുള്ള ഭ്രാന്തമായ ഈ ആരാധന കാരണം ഞാൻ മരണത്തിൽ നിന്ന് പോലും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അന്ന് ഹോസ്റ്റലിനടുത്തുള്ള സിനിമാ തിയേറ്ററിൽ റബിനെ ബനായ ജോഡി എന്ന ഷാറുഖ് ഖാൻ്റെ സൂപ്പർ ഹിറ്റ് പടം വന്ന സമയം എൻ്റെ സുഹൃത്ത് അഭിലാഷ് ഞാൻ പറഞ്ഞത് പ്രകാരം
ഞങ്ങൾക്ക് 2 പേർക്കുമായി സെക്കൻഡ് ഷോക്കുള്ള ടിക്കറ്റ് തരപ്പെടുത്തിയിരുന്നു. ഹോസ്റ്റലിൻ്റെ മതിൽ ചാടി രാത്രിയിൽ ഈ മൂവി കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഞാൻ. അഭിലാഷിൻ്റെ കൈവശം ആ സമയം സ്വന്തമായ വാഹനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതിനാൽ നേരെ തിയേറ്ററിലോട്ട് വരാനാണ് അവൻ എന്നോട് പറഞ്ഞിരുന്നത്. അതുപ്രകാരം ഒരു വിധത്തിൽ ഞാൻ മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് ഹോസ്റ്റലിൻ്റെ മതിൽ ചാടിക്കടന്നു. മതിലിനപ്പുറം വലിയൊരു സിമിത്തേരിയായിരുന്നു. എനിക്ക് റോഡ് വരെ എത്തിപ്പെടാൻ ഈ സിമിത്തേരിയുടെ നടുവിലൂടെയുള്ള വഴിയിൽ കൂടി പോകണമായിരുന്നു. രാത്രിയിൽ ഏതാണ്ട് ഒരു 9 മണി കഴിഞ്ഞിരുന്നു. എനിക്ക് ഈ ഭൂതപ്രേതങ്ങളിലൊന്നും ഒരു വിശ്വാസവുമില്ലായിരുന്നു കേട്ടോ. അതിനാൽ തന്നെ സിമിത്തേരിയിലൂടെയുള്ള ഷോർട്ട് കട്ട് വഴി റോഡിലെത്താൻ എനിക്കൊട്ടും ഭയം തോന്നിയില്ല. പക്ഷേ എന്തോ അന്ന് രാത്രിയിൽ സിമിത്തേരിയിൽ നിറഞ്ഞു നിന്ന നിശബ്ദതയ്ക്കും കനത്ത ഇരുട്ടിനും ഒരു ഭയാനകത ഉണ്ടായിരുന്നു. എന്തു തന്നെയായാലും എനിക്ക് മൂവി കാണുക തന്നെ വേണമായിരുന്നു. അതിനാൽ ഞാൻ ആ സിമിത്തേരിയുടെ നടുവിലൂടെ തന്നെ മുന്നോട്ട് നടന്നു. പഴയതും പുതിയതുമായ നിരവധി കല്ലറുകളും കുഴിമാടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊരു കുഴിമാടം കുറച്ചു മുമ്പേ അങ്ങ് വെട്ടിയതുപോലെ എനിക്ക് തോന്നി. നന്നേ ആഴമുള്ള ഒരു കുഴി തന്നെയായിരുന്നു അത്. ആ കുഴിയിൽ നിന്ന് ഒരു പട്ടിക്കുട്ടിയുടെ കരച്ചിൽ വളരെ വ്യക്തമായി തന്നെ ഞാൻ ആ സമയം കേട്ടു. ആ കുഴിയുടെ നേർക്ക് ഞാൻ നടന്നെടുത്തു. ആ പട്ടിക്കുട്ടിയെ പുറത്തെടുത്തതിനു ശേഷം മുന്നോട്ട് പോകുവാനായിരുന്നു എൻ്റെ തീരുമാനം. ഈ സമയം അത്രയും എൻ്റെ കൈവശമുള്ള ചെറിയൊരു കീപാഡ് ഫോണിൻ്റെ ടോർച്ച് വെട്ടത്തിലായിരുന്നു ഞാൻ ആ ഭാഗത്തുകൂടി സഞ്ചരിച്ചത്. കുഴിയുടെ അടുത്തെത്തിയ ഞാൻ കുനിഞ്ഞു ടോർച്ചടിച്ച് അവിടേക്ക് നോക്കി. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആ കുഴിയിലെങ്ങും ഒരു പട്ടിക്കുട്ടിയെയും കണ്ടില്ല. ഈ സമയത്തിനകം ആ പട്ടിക്കുട്ടിയുടെ കരച്ചിലും നിലച്ചിരുന്നു. അപ്പോഴേക്കും എൻ്റെ തൊട്ട് പിന്നിലായി ആരോ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. തിരിഞ്ഞൊന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ആരോ എന്നെ ആ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. ഞാൻ ആ കുഴിയിലോട്ട് വീണതും കുഴിക്ക് പുറത്തുനിന്ന് ഒരു സ്ത്രീയുടെ ചിരിശബ്ദം കേട്ടു. അതുവരെ ഭയം ഒട്ടും തോന്നാതിരുന്ന എനിക്ക് വല്ലാത്ത പരവേശവും വെപ്രാളവും അനുഭവപ്പെട്ടു. നെഞ്ചിടിപ്പ് ക്രമാതീതമായി കൂടിയ സമയത്തും എന്നെ ആരാണ് ഈ കുഴിയിലേക്ക് തള്ളിയിട്ടതെന്നറിയാനായി ഞാൻ മുകളിലേക്ക് നോക്കി. ഒപ്പം തന്നെ ആ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും നടത്തി. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. എന്തെന്നാൽ 6 അടിയേക്കാൾ താഴ്ച ആ കുഴിക്കുണ്ടായിരുന്നു. പലവട്ടം ഞാൻ ശ്രമിച്ചിട്ടും കാല് വഴുതി ഞാൻ ആ കുഴിയിലേക്ക് തന്നെ വീണുകൊണ്ടിരുന്നു. ഈ സമയം കുഴിയുടെ മുകളിലായി ഒരു സ്ത്രീയുടെ മുഖം ഞാൻ കണ്ടു. അവർ തല കുനിച്ച് എന്നെ നോക്കുകയായിരുന്നു. അവരുടെ നീലൻ മുടി ആകെ അഴിഞ്ഞുളഞ്ഞാണ് കിടന്നിരുന്നത്. അതിൽ നിന്നാണ് അതൊരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വീഴ്ചക്കിടയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കുഴിയിൽ എവിടെയോ തെറിച്ചു വീണിരുന്നു. അതുകൊണ്ട് ആ സ്ത്രീയുടെ പൂർണ്ണമായ രൂപം എനിക്ക് കാണാൻ കഴിയുന്നില്ലായിരുന്നു. തല കുമ്പിട്ട് ആ സ്ത്രീ കുഴിയിലേക്ക് നോക്കി അനങ്ങാതങ്ങനെ കുറേ നേരം നിന്നു. ഞാനും അവരെ നോക്കി അവിടെ തന്നെ നിന്നു. എന്തായാലും അല്പനേരം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയെ പെട്ടെന്ന് അവിടെ നിന്ന് കാണാതെയായി. അതോടെ ഞാൻ എൻ്റെ ഫോൺ തിരഞ്ഞു. ഫോൺ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ അഭിലാഷിന് ഞാൻ കോൾ ചെയ്തു. പേടിച്ച് വിറച്ച് സിമിത്തേരിയിലെ കുഴിയിൽ വീണ കാര്യം ഞാൻ അവനോട് വിവരിച്ചു. അല്പസമയത്തിനുള്ളിൽ തന്നെ അവൻ അവിടെ വരികയും എന്നെ ആ കുഴിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. കുഴിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ഞാനും അഭിലാഷും സിമിത്തേരിയുടെ പുറത്തുള്ള വാച്ച്മാനെ കാണാനായി ചെന്നു. എന്നിട്ട് ആ സ്ത്രീയെപ്പറ്റി
അയാളോട് ചോദിച്ചു. ഈ സമയം ആ വാച്ച്മാൻ ഞങ്ങൾ ഇരുവരെയും അടിമുടിയൊന്ന് നോക്കി. ശേഷം സെമിത്തേരിയിലെ ആ സമയത്ത് ഞങ്ങൾ രണ്ടാളും ചേർന്ന് എന്ത് ചെയ്യുകയായിരുന്നുവെന്നാണ് അയാൾ ആദ്യം ചോദിച്ചത്. പിന്നീട് എനിക്കുണ്ടായ അനുഭവം ഞാൻ ആ വാച്ച്മാനോട് പറഞ്ഞു. അതെല്ലാം കേട്ടുകഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇത് സെമിത്തേരിയാണ് മാഡം. ഈ അസമയത്ത് ഇവിടെ ഇങ്ങനെ പലതും കണ്ടെന്ന് വരാം. അതിലൊന്നും ഒരു പുതുമയുമില്ല. ഹോസ്റ്റലിൻ്റെ മതിൽ ചാടി പുറത്തിറങ്ങിയ വിവരം മറ്റാരോടും പറയാതിരിക്കാനായി ഞാൻ അയാളുടെ കയ്യിൽ കുറച്ച് പണം വെച്ചു കൊടുത്തു. പിന്നീട് സിനിമ കാണാനുള്ള മോഹം ഉപേക്ഷിച്ച് ഞങ്ങൾ മൂവരും തിരിച്ച് സെമിത്തേരിക്കുള്ളിൽ കൂടി കടന്ന് മതിലിനടുത്തെത്തി. പഴയതുപോലെ തന്നെ ആ മതിൽ ചാടി ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. അഭിലാഷ് അവൻ്റെ വഴിക്കും. ആ രാത്രിക്ക് ശേഷവും ഞാൻ ആ സെമിത്തേരിയിലേക്ക് ഇടയ്ക്ക് നോക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ഒരിക്കൽ പോലും എനിക്ക് ആ സ്ത്രീയെ അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഇനി തോമ എന്ന് വിളിപ്പേരുള്ള തോമസ് ഏട്ടൻ്റെ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലൂടെ കേൾക്കാം. എൻ്റെ ഈ അനുഭവത്തിന് ഏറെ പഴക്കമുണ്ട്. അന്ന് എനിക്ക് 21 വയസ്സ് പ്രായം. എനിക്ക് ഒരു ജോലി അത്യാവശ്യമായിരുന്നു. പക്ഷേ അധികം പഠിപ്പൊന്നുമില്ലാത്തതിനാൽ നല്ലൊരു ജോലി കിട്ടുക എന്നത് വളരെ പ്രയാസമായിരുന്നു. കൂടാതെ എൻ്റെ മുഖത്തിൻ്റെ പാതിയും പൊള്ളിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഇക്കാരണത്താൽ ആരും തന്നെ എനിക്കൊരു ജോലി തരാൻ തയ്യാറല്ലായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു പ്രാവശ്യം എൻ്റെ വീടിന് തീപിടിച്ചു. ആ തീപിടുത്തത്തിൽ എൻ്റെ മുഖത്തിനും സാരമായ പൊള്ളലേറ്റു. ഒത്തിരി കഷ്ടപ്പെട്ടതിനൊടുവിൽ എനിക്കൊരു സെമിത്തേരിയിൽ വാച്ച്മാനായി ജോലി കിട്ടി. 2000 രൂപയായിരുന്നു മാസശമ്പളം. സെമിത്തേരിയുടെ മെയിൻ ഗേറ്റിന് മുന്നിലായി ഒരു സെർവൻറ്റ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു എൻ്റെ താമസം. ഒറ്റക്കായിരുന്നു ഞാൻ അവിടെ കഴിഞ്ഞിരുന്നത്. കൂട്ടിനെന്ന് പറയാൻ ഒരു തെരുവുനായ ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചതിന് ശേഷമുള്ളത് ഞാൻ അവനായിരുന്നു കൊടുത്തിരുന്നത്. അതിൻ്റേതായൊരു സ്നേഹം ആ നായക്ക് എന്നോടുണ്ടായിരുന്നു. ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു അവൻ്റെ ഉറക്കവും. സെമിത്തേരിക്കുള്ളിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുകയാണെങ്കിൽ അവൻ കുറച്ച് ശബ്ദമുണ്ടാക്കി എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അവനുള്ളതുകൊണ്ട് എനിക്ക് ഉറക്കമിളക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി ടൗണിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അല്പം കൂടുതൽ പണം എനിക്ക് കിട്ടുമായിരുന്നു. കുഴി തോണ്ടാനും മറ്റു സഹായങ്ങൾക്കായിട്ടുമായിരുന്നു ഈ പണം എനിക്ക് ലഭിച്ചിരുന്നത്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഞാൻ കഴിഞ്ഞു പോരുകയായിരുന്നു. പക്ഷേ ഒരു രാത്രിയിൽ വളരെ ഭയാനകമായ ഒരു അനുഭവം എനിക്കുണ്ടായി. ഒരു ദിവസം ഒരു മൃതദേഹത്തിനെ ആ സെമിത്തേരിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ആ മൃതദേഹം വൃദ്ധയായ ഒരു സ്ത്രീയുടേതായിരുന്നു. അധികം ആൾക്കാരൊന്നും ആ സ്ത്രീയുടെ മൃതദേഹത്തിനോടൊപ്പമില്ലായിരുന്നു. എണ്ണിയാൽ ഒരു 8 പേർ. അത്രയും പേരെ അവരോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മുമ്പേ തന്നെ മൃതദേഹം അടക്കം ചെയ്യാനായി 6 അടി താഴ്ചയിൽ ഒരു കുഴിയെടുത്തിരുന്നു. ആ 8 പേരിൽ ഒരുവൻ ഒന്ന് പ്രാർത്ഥിച്ചു. ശേഷം ശവപ്പെട്ടിയുടെ മൂടി അടച്ച് അത് ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചു. ഞാൻ കുഴി മൂടാനായി അവരെ സഹായിച്ചു. കുഴി മൂടിയതോടെ 8 പേരും ഉടൻ തന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അവരിൽ ഒന്നിൻ്റെ മുഖത്ത് പോലും യാതൊരു ദുഃഖവുമില്ലായിരുന്നു. ഒട്ടും സങ്കടമില്ലാത്ത അവരുടെ മുഖവും ആ ഭാവവും എന്നിൽ വല്ലാത്ത അതിശയം ജനിപ്പിച്ചു. കൂടാതെ ആ കുഴിമാടത്തിൽ അവരാരും തന്നെ ഒരു മെഴുകുതിരിയോ പുഷ്പാർച്ചനയോ ഒന്നും തന്നെ നടത്തിയില്ല. സാധാരണ അങ്ങനെയല്ലായിരുന്നു. ആ സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്നിരുന്ന മൃതദേഹങ്ങൾ അടക്കം ചെയ്താൽ ഉടൻ തന്നെ ഒരു പ്രാർത്ഥനയും മെഴുകുതിരികൾ കത്തിച്ച് ആ കുഴിമാടത്തിന് മുകളിൽ വയ്ക്കുകയും ഒരു പതിവായിരുന്നു. പുഷ്പാർച്ചനയും നടത്താറുള്ളതാണ്.
പക്ഷേ അന്ന് അതൊന്നും തന്നെ ഉണ്ടായില്ല. അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ക്വാർട്ടേഴ്സിന് മുന്നിൽ കിടന്ന നായ ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങി. അതാരെയോ കണ്ട് നിർത്താതെ വളരെ ഉച്ചത്തിൽ കുരയ്ക്കുന്നത് കേട്ടാണ് ഞാനന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് തന്നെ. ഉടൻ തന്നെ കതക് തുറന്ന് ഞാൻ ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തിറങ്ങി. ടോർച്ച് തെളിച്ചുകൊണ്ട് ഞാൻ ആ സെമിത്തേരിയുടെ ചുറ്റുപാടുമൊന്ന് നോക്കി. പക്ഷേ ഞാനവിടെ പ്രത്യേകിച്ചൊന്നും തന്നെ കണ്ടില്ല. അതോടെ നായയെ ശാസിച്ചുകൊണ്ട് ഞാൻ ആ ക്വാർട്ടേഴ്സിനകത്തേക്ക് കയറി. കിടക്കയിലേക്ക് തലചായ്ക്കാൻ ഒരുങ്ങിയതും എൻ്റെ വളർത്തുനായ നന്നേ ഉച്ചത്തിൽ ഓളിയിട്ടുകൊണ്ട് അവൻ ദൂരെ കൂടി. നായ പോയതോടെ എനിക്ക് കർണസുഖം കിട്ടി. അതിനാൽ ഞാൻ ഓർത്തു, ഇനിയെങ്കിലും ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന്. കണ്ണടച്ചതും പുറത്തുനിന്ന് ആരോ വല്ലാത്ത രീതിയിൽ കരയുന്നത് കേട്ട് ഞാൻ കിടക്കയിൽ നിന്ന് വീണ്ടും എണീറ്റിരുന്നു. ഏതോ ഒരു സ്ത്രീയുടെ കരച്ചിലായിരുന്നു അത്. എൻ്റെ വാതിലിന് തൊട്ടപ്പുറത്തു നിന്ന് ആരോ കരയുന്നത് പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. ഞാൻ മുറിയിലെ ലൈറ്റ് ഓണാക്കി. ശേഷം അകത്തു നിന്ന് തന്നെ ചോദിച്ചു, ആരാ ആരാ പുറത്ത്? ഞാൻ അങ്ങനെ ചോദിച്ചതോടെ പുറത്തുനിന്ന് കേട്ട ആ കരച്ചിൽ ശബ്ദം പൊടുന്നനെ നിലച്ചു. പെട്ടെന്ന് ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോൾ ഒരു സ്ത്രീ അങ്ങ് ദൂരേക്ക് നടന്നു പോകുന്നതായി ഞാൻ കണ്ടു. വെളുത്ത് മുഷിഞ്ഞ വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത്. നരച്ച മുടി വിതർന്ന് അഴിഞ്ഞാണ് കിടന്നിരുന്നത്. അവരുടെ അല്പം കുനിയുള്ള നടത്തം കണ്ട് അതൊരു വൃദ്ധയാണെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ ഒരു വശം ചരിഞ്ഞ് കൂനിയുള്ള നടത്തം തന്നെ ഏറെ വ്യത്യസ്തമായിരുന്നു. നല്ല ഉയരമുള്ള ചുറ്റുമതിലോട് കൂടിയ ആ സെമിത്തേരിയുടെ ഗേറ്റ് താഴിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. എങ്കിലും ആ സ്ത്രീ ഇതെങ്ങനെ ഇതിനകത്ത് കയറിക്കൂടിയെന്ന കാര്യം എന്നെ അതിശയിപ്പിച്ചു. എന്തിനായിരിക്കും ആ വൃദ്ധ എൻ്റെ മുറിയുടെ പുറത്തു വന്ന് നിന്നുകൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞത്? ഞാൻ ഉടൻ തന്നെ കതക് തുറന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അവരെ പിന്നിൽ നിന്ന് വിളിച്ചു. വൃദ്ധ നടത്തം നിർത്തി. പക്ഷേ തിരിഞ്ഞ് അവരെന്നെ നോക്കിയില്ല. ഞാൻ ഗേറ്റ് തുറന്ന് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അമ്മ അമ്മ എന്തിനാ ഈ അസമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? ഇത്ര രാത്രിയിൽ ആരുടെ കുഴിമാടത്തിൽ മെഴുകുതിരി കത്തിക്കാനാ അമ്മ വന്നത്? പോയിട്ട് നാളെ രാവിലെ വന്നാൽ മതി. പക്ഷേ അപ്പോഴും ആ സ്ത്രീ തിരിഞ്ഞു പോലും നോക്കാതെ അതേ നിൽപ്പ് നിൽക്കുകയാണ് ചെയ്തത്. അതിനു മുമ്പ് ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന യാതൊരു അനുഭവവും എനിക്കുണ്ടായിട്ടില്ല. കൂടാതെ ഈ സെമിത്തേരിയിൽ ഇങ്ങനെ കാവൽക്കാരനായി ജോലി ചെയ്യാൻ തുടങ്ങിയതോടെ പ്രേതം, ആത്മാവ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കൊരു വിശ്വാസവുമില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഞാൻ ഭയപ്പെടാറുമില്ലായിരുന്നു. അതിനാൽ തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന വൃദ്ധയുടെ രൂപം ഒരു ആത്മാവാണെന്ന് പോലുമുള്ള ഒരു വിചാരം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതുമില്ല. ഞാൻ പിന്നെയും ആ സ്ത്രീയോട് എന്തെല്ലാമോ ചോദിച്ചു. അവരെങ്ങനെ അനങ്ങാതെ ശില പോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവരുടെ തോളിൽ പിടിക്കാൻ ഒരുങ്ങിയതും എൻ്റെ നോട്ടം തൊട്ടരികിലുള്ള കുഴിമാടത്തിൽ പതിഞ്ഞു. ഇന്ന് പകൽ ഞാനടക്കം കുറച്ചുപേർ ചേർന്ന് കുഴിച്ചൊരു കുഴിമാടമായിരുന്നു അത്. അതിലെ മണ്ണ് ഇളകി മാറിയിരിക്കുന്നു. കുഴിയിലിറക്കി വെച്ചിരുന്ന ശവപ്പെട്ടിയുടെ മൂടികയും തുറന്നാണ് കിടന്നിരുന്നത്. എൻ്റെ മുന്നിൽ നിന്ന് ആ സ്ത്രീ ഉടൻ തന്നെ ആ കുഴിയിലേക്ക് ഇറങ്ങി ആ ശവപ്പെട്ടിയിൽ നീണ്ടു നിവർന്ന് കിടന്നു.
അതോടെ കുഴിമാടത്തിന് പുറത്ത് കൂന കൂടിക്കിടന്നിരുന്ന ആ മണ്ണ് സ്വയം ആ ശവപ്പെട്ടിയുടെ പുറത്തേക്ക് വീണുകൊണ്ടിരുന്നു. ഞാൻ നോക്കി നിൽക്കെ ആ കുഴിമാടം പൂർവ്വസ്ഥിതിയിലായി. ഇതെല്ലാം കണ്ട് നടുങ്ങി വിറച്ചു നിന്ന ഞാൻ അലറിക്കരഞ്ഞുകൊണ്ട് സെമിത്തേരിയുടെ ഗേറ്റിന് നേർക്കോടി. അവിടെ നിന്നിറങ്ങിയോടിയ എൻ്റെ ഓട്ടം നിലച്ചത് തൊട്ടടുത്തുള്ള പള്ളിയുടെ വരാന്തയിലായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആ പള്ളിയുടെ കെയർടേക്കറാണ് എന്നെ വിളിച്ചെണീപ്പിച്ചത്. എന്നെ അവിടെ കണ്ടപ്പോൾ അയാൾ എന്നോട് കാര്യങ്ങൾ തിരക്കി. ഞാൻ ഭയന്ന് വിറച്ച് ഇന്നലെ ഉണ്ടായ വിചിത്രമായ കാര്യം അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അയാൾ ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ ആ വൃദ്ധയുടെ കഥ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ആ വൃദ്ധയുടെ ഒറ്റ മകൻ്റെ വിവാഹം കഴിഞ്ഞ മാസമാണ് നടന്നത്. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം പിന്നിട്ടപ്പോൾ മകനും മരുമകളും ഹണിമൂൺ ആഘോഷിക്കാൻ ദൂരെ എവിടേക്കോ പോയി. തൻ്റെ വൃദ്ധയായ മാതാവിനെ വീട്ടിൽ പൂട്ടിയിട്ടതിന് ശേഷമാണ് ആ മകൻ ഭാര്യയോടൊത്ത് ഹണിമൂൺ ആഘോഷിക്കാനായി പുറപ്പെട്ടത്. കുറച്ച് ദിവസം വരെ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളും അവശേഷിച്ചിരുന്ന റേഷനൊക്കെ കൊണ്ട് അവർ ഒരുവിധം വിശപ്പകറ്റി തൻ്റെ പ്രിയപ്പെട്ട മകനെയും കാത്തിരുന്നു. പക്ഷേ ദിവസങ്ങളേറെ പിന്നിട്ടിട്ടും ഭാര്യയോടൊപ്പം ഹണിമൂണിന് പോയ ആ മകൻ തിരിച്ചു വന്നില്ല. അങ്ങനെ 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ആ വീടിന് പരിസരത്തുള്ളവർക്ക് അസഹനീയമായ ഒരു ദുർഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് ആ കാര്യം മനസ്സിലായത്. ആ സ്ത്രീ അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ മരിച്ചു കിടക്കുകയാണെന്ന്. ഊമയായിരുന്ന ആ പാവം സ്ത്രീക്ക് ഒന്നൊച്ചയെടുക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനാൽ തന്നെ പൂട്ടിയിട്ട വീട്ടിലകപ്പെട്ടു പോയ ആ സാധുവിന് ആരോടും സഹായം ചോദിക്കാനും കഴിഞ്ഞില്ല. പാവം വൃദ്ധ വിശന്നാണ് മരിച്ചത്. വൃദ്ധയുടെ വീടിനടുത്തുള്ള കുറച്ച് പേരാണ് അവരുടെ മൃതശരീരം ആ സെമിത്തേരിയിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്തത്. ഇതെല്ലാം കേട്ട് ആ സാധുവായ വൃദ്ധ സ്ത്രീയോട് എനിക്ക് ദയ തോന്നി. ഒപ്പം തന്നെ അവരുടെ വേദനാജനകമായ മരണത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖവും. ഞാൻ തിരിച്ച് ആ സെമിത്തേരിയിലെത്തി. കുറച്ച് മെഴുകുതിരികൾ കത്തിച്ച് ആ കുഴിമാടത്തിന് മുന്നിൽ വച്ചു. ശേഷം പുഷ്പാർച്ചനയും നടത്തി. കയ്യിൽ കരുതിയ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഞാൻ ആ വൃദ്ധ സ്ത്രീയുടെ കുഴിമാടത്തിന് മുകളിൽ വെച്ചു. കണ്ണടച്ചു പ്രാർത്ഥിച്ചു. ഇതിനകം ആ സ്ത്രീ എൻ്റെ കതകിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞത് എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ സഹിക്കാൻ പറ്റാത്ത വിശപ്പും ദാഹത്തിനാലും ദേഹം വെടിഞ്ഞ അവരുടെ ആത്മാവിന് അപ്പോഴും ശാന്തി ലഭിച്ചിരുന്നില്ല. വിശപ്പിൻ്റെ തീഷ്ണത അവരുടെ ആത്മാവിനെ പോലും അത്രയ്ക്കും വിഷമിപ്പിച്ചിരിക്കാം. അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും ആ വൃദ്ധസ്ത്രീയുടെ വെളുത്ത രൂപത്തെ ഞാൻ കണ്ടിട്ടേയില്ല. ഇനി വേറൊരു അനുഭവം കേൾക്കാം. ഇത് പുഷ്പ എന്ന സ്ത്രീയുടെ അനുഭവമാണ്. ഈ അനുഭവം പുഷ്പയുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ വിവാഹം കഴിഞ്ഞൊരവസരത്തിലാണ് എനിക്ക് ഇതുവരെ മറക്കാനാവാത്ത ഈ ഭയാനകമായ അനുഭവം ഉണ്ടായത്. എൻ്റെ ഭർത്താവിൻ്റെ വീടിനടുത്ത് തന്നെ ഇംഗ്ലീഷുകാർ പണികഴിപ്പിച്ച ഒരു ചർച്ചുണ്ടായിരുന്നു. ആ ചർച്ചിന് പിന്നിലായി ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടുണ്ട്. ആ വീട്ടിലായിരുന്നു ആ പള്ളിയിലെ പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിച്ചിരുന്നത്. പക്ഷേ ആ പാസ്റ്ററും അയാളുടെ ഭാര്യയും മരിച്ചതോടുകൂടി ആ വീട്ടിൽ ആൾതാമസമില്ലാതെയായി. അത് പൂട്ടിയിടുകയും ചെയ്തു. വർഷങ്ങൾ കടന്നു പോയതോടെ ആ വീടാകെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. പാസ്റ്ററിൻ്റെയും അയാളുടെ ഭാര്യയുടെയും ശവകുടീരം ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീടിന് അല്പം ദൂരെയായിട്ടായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ഈ ഇടിഞ്ഞ പൊളിഞ്ഞ വീടിനും ആ ശവകുടീരങ്ങൾക്കും ഇടയിലുള്ള സ്ഥലം വലിയൊരു മൈതാനമായിരുന്നു.
ആ മൈതാനത്തിനടുത്തെങ്ങും വീടുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. കേവലം വലിയ വലിയ പാടശേഖരങ്ങളായിരുന്നു ആ മൈതാനത്തിന് ചുറ്റുമുണ്ടായിരുന്നത്. പകൽ സമയത്തെല്ലാം ഈ പാടശേഖരങ്ങളിൽ ആളുകൾ പണിയെടുക്കുമായിരുന്നു. ഞങ്ങളുടെ പാടശേഖരവും അവിടെ തന്നെയായിരുന്നു, ആ പൊളിഞ്ഞ വീടിൻ്റെ അടുത്ത്. ഒരു വൈകുന്നേരം ഞാൻ ഞങ്ങളുടെ കൃഷിയിടത്തിൽ നിന്ന് പുല്ല് പറിക്കുകയായിരുന്നു. ആ സമയം എൻ്റെ അമ്മായിയമ്മ അവിടെ എവിടെ നിന്നോ ഉറക്കെ എന്നെ വിളിക്കുന്നത് ഞാൻ വ്യക്തമായി തന്നെ കേട്ടു. ഞാൻ ചുറ്റിനും നോക്കി, പക്ഷേ എൻ്റെ അമ്മായിയമ്മയെ ഞാൻ അവിടെയെങ്ങും കണ്ടില്ല. അതിനാൽ ഞാനും അമ്മയെ ഉച്ചത്തിൽ വിളിച്ചു. അപ്പോൾ ദൂരെ എവിടെ നിന്നോ അമ്മ വിളിച്ചു പറഞ്ഞു, പുഷ്പ, നീ ഒന്ന് ഇങ്ങോട്ട് വാ, ഈ പുല്ലുകെട്ട് പൊക്കി എൻ്റെ തലയിലേക്കൊന്ന് വെച്ചതാ. അമ്മ പാടത്തേക്ക് വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയുടെ ശബ്ദം കേട്ട ആ ഭാഗത്തേക്ക് ചെന്നു. കുറേ ദൂരെ വരെ നടന്നിട്ടും അവിടെ എങ്ങും അമ്മയെ കണ്ടില്ല. അതോടെ ഞാൻ അമ്മയെ വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു, പുഷ്പ, ദേ ഇവിടെ, ഞാൻ ഇവിടെയുണ്ട്. എൻ്റെ പിന്നിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. പക്ഷേ അപ്പോഴും അമ്മ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. പകരം ആ പാസ്റ്ററിൻ്റെയും അയാളുടെ ഭാര്യയെയും അടക്കം ചെയ്ത ശവകുടീരങ്ങളായിരുന്നു എൻ്റെ തൊട്ട് പിന്നിൽ ഞാൻ കണ്ടത്. അമ്മയുടെ ശബ്ദമൊന്നും കേൾക്കാത്തതിനെ തുടർന്ന് ഞാൻ ഒരു തവണ കൂടി അമ്മയെ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു. അപ്പോൾ 2 പേരുടെ അടക്കിപ്പിടിച്ചുള്ളൊരു ചിരിയാണ് ഞാൻ കേട്ടത്. അതിലൊരു ചിരി ഒരു സ്ത്രീയുടെയും മറ്റേത് ഒരു പുരുഷൻ്റേതുമായിരുന്നു. ആ ചിരി കേട്ട് ഞാൻ ഭയത്തോടെ എൻ്റെ മുന്നിലുള്ള കല്ലറകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. ആ അടക്കിപ്പിടിച്ചുള്ള ചിരിശബ്ദം ആ കല്ലറകളിൽ നിന്നായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ പേടിച്ച് വിറച്ച് ഉടൻ തന്നെ അവിടെ നിന്ന് തിരിഞ്ഞോടി. വളഞ്ഞു പുളഞ്ഞുള്ള വഴിയിലൂടെ ഓടി ഓടി ഞാൻ എൻ്റെ വീട്ടിലെത്തി. വീട്ടിലെത്തിയ പാടെ ഞാൻ എൻ്റെ അമ്മായിയമ്മയോട് അമ്മ പാടത്ത് വന്നിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, എന്താ കാര്യം? വീർത്ത് കുളിച്ചോടി വന്ന ഞാൻ പാടത്ത് വെച്ചുണ്ടായ കാര്യം അമ്മയോട് പറഞ്ഞു. അമ്മയുടെ ശബ്ദത്തിൽ ആരോ എന്നെ വിളിച്ചു. ആ ശബ്ദം കേട്ട് ഞാൻ പഴയ ശവക്കല്ലറ വരെയും ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ 2 കല്ലറകളിൽ നിന്നും 2 പേരുടെ ഭയാനകമായ അടക്കിപ്പിടിച്ചുള്ള ചിരി ഞാൻ കേട്ടു. അപ്പോഴാണ് അമ്മ ആ കാര്യം എന്നോട് പറഞ്ഞത്. ആ സ്ഥലത്തേക്ക് അങ്ങനെ ആരും ചെല്ലാറില്ല. ആ പാസ്റ്ററിൻ്റെയും അയാളുടെ ഭാര്യയുടെയും ആത്മാക്കൾ ഇന്നും ആ പരിസരത്ത് അലഞ്ഞു നടക്കാറുണ്ടത്രേ. അവരെ ചില രാത്രികളിൽ ചിലർ കണ്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവരാരെയും ഉപദ്രവിച്ചിട്ടില്ല. ആ മൈതാനത്തോ അല്ലെങ്കിൽ ആ പള്ളിമുറ്റത്തോ ഇരുന്ന് ചീട്ട് കളിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യുന്നവരെ തല്ലി ഓടിക്കാറുണ്ടെന്നും ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ആ പാസ്റ്ററിൻ്റെയും അയാളുടെ ഭാര്യയുടെയും ആത്മാക്കൾ എന്നെ ചെറുതായി ഒന്ന് ഭയപ്പെടുത്തിയതാണെന്ന്. ഇന്നും ഞാൻ ആ പൊട്ടിപ്പൊളിഞ്ഞ വീടിനടുത്തുള്ള ഞങ്ങളുടെ പാടത്തിനരികിൽ നിന്ന് പുല്ല് ചെത്താൻ പോകാറുണ്ട്. പുല്ല് ചെത്തുന്നതിനിടയിൽ ഞാൻ ചില മൂളിപ്പാട്ടൊക്കെ പാടും. ചിലപ്പോഴെല്ലാം എൻ്റെ മൂളിപ്പാട്ടിനൊപ്പം തന്നെ മറ്റു 2 പേർ പാട്ട് മൂളുന്നതായും ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഭയം തോന്നാറില്ല. ആ മൂളിപ്പാട്ട് കേൾക്കുമ്പോഴേ ഞാൻ എൻ്റെ പാട്ട് നിർത്തി നിശബ്ദയാകാറാണ് പതിവ്. എന്തെന്നാൽ ആ 2 പേരും ദേഹമില്ലാത്ത ദേഹികളാണല്ലോ. ഈ അനുഭവം ഒന്ന് കേട്ടു നോക്കൂ. എൻ്റെ പേര് സീമ. ഈ സംഭവം എൻ്റെ കുട്ടിക്കാലത്തുണ്ടായതാണ്, 1995. അന്ന് എനിക്ക് 11-12 വയസ്സ് പ്രായം. ഒരു വൈകുന്നേരം ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം
ഒളിച്ചു കളിക്കുകയായിരുന്നു. എൻ്റെ ഊഴമെത്തിയപ്പോൾ ഞാൻ വലിയൊരു തൂണിൽ മുഖം മറച്ചു വെച്ചുകൊണ്ട് ഉച്ചത്തിൽ എണ്ണി തുടങ്ങി. കൂട്ടത്തിലുള്ളവരെല്ലാം അവിടെ എവിടേക്കോ ഒളിച്ചു. എണ്ണലിനൊടുവിൽ ഞാൻ എൻ്റെ കൂട്ടുകാരെ തിരയാൻ തുടങ്ങി. പക്ഷേ ഒരാളെപ്പോലും എനിക്ക് കണ്ടെത്താനായില്ല. അവരെല്ലാം ഇത്ര പെട്ടെന്ന് എവിടെ പോയി ഒളിച്ചു കാണുമെന്നോർത്ത് ഞാൻ ആശ്ചര്യപ്പെട്ടു. ഞങ്ങൾ ഒളിച്ചു കളിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലം വലിയൊരു മൈതാനമായിരുന്നു. എൻ്റെ വീടിന് കുറച്ചകലെയായിട്ടായിരുന്നു ഈ സ്ഥലം. ആ മൈതാനത്തിനടുത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു. പാതി പണിത ഒരു വീട്. അതിൻ്റെ റൂഫിൻ്റെയും ഭിത്തികളുടെയും പണി തീർന്നിരുന്നു. പക്ഷേ വാതിലുകളോ ജനലുകളോ ആ വീടിനില്ലായിരുന്നു. ചുമര് പ്ലാസ്റ്റർ ചെയ്യാത്തതായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പേ അതങ്ങനെ പാതി പണിത് ആരോ ഉപേക്ഷിച്ചതായിരുന്നു. ആ വീടിനടുത്ത് തന്നെ മറ്റൊരു വീടിൻ്റെ അടിത്തറയും പണിതിരുന്നു. വീടുയരാത്ത ആ അടിത്തറയിൽ ഞങ്ങൾ കുട്ടികൾ കളിക്കുമായിരുന്നു. അതിനപ്പുറം യൂക്കാലി മരങ്ങൾ തഴച്ചു വളർന്നു നിന്നിരുന്ന ഒരു കാട്ടുപ്രദേശമായിരുന്നു. ആ കാടിനൊത്ത മധ്യത്തിൽ ഒരു ശ്മശാനമുണ്ട്. ഈ ശ്മശാനം കാരണമാണ് ആ ഭാഗത്ത് കെട്ടിപ്പൊക്കിയ വീടുകളൊക്കെയും പാതി വഴിയിൽ ഇങ്ങനെ ഉപേക്ഷിച്ചതത്രേ. എന്ന് തന്നെയായാലും ആ പണിതീരാത്ത വീടും പരിസരവും ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട കളിസ്ഥലമായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ ആ പാതി പണിത വീടിനുള്ളിൽ ഒളിച്ചു കളിക്കും. ഇടയ്ക്ക് അടിത്തറക്ക് മുകളിലൂടെ ഓടും. പിന്നെ ചിലപ്പോൾ യൂക്കാലി മരങ്ങൾക്കടുത്തുള്ള കുറ്റിക്കാടിനിടയിൽ ഒളിഞ്ഞിരിക്കും. ഞാൻ അവിടെയെല്ലാം എൻ്റെ കൂട്ടുകാരെ തിരഞ്ഞു. പക്ഷേ അവിടെയൊന്നും ഒരുത്തനെയും ഞാൻ കണ്ടില്ല. അപ്പോഴാണ് യൂക്കാലി മരങ്ങൾക്ക് പിന്നിൽ ഒളിച്ച ഒരുവൻ്റെ പിറകുവശം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആളാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനാൽ ഞാൻ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ അവിടേക്ക് ചെന്നു. അപ്പോഴേക്കും ആ ആൾ എന്നിൽ നിന്ന് അല്പം ദൂരത്തേക്ക് പോയി. അങ്ങനെ ആ ചങ്ങാതിയുടെ പിന്നാലെ ഞാൻ നടപ്പ് തുടർന്നു. ഒടുവിൽ നടന്ന് നടന്ന് ഞാൻ യൂക്കാലി മരങ്ങളുടെ ഒത്ത നടുവിലെത്തി നിന്നു. അപ്പോൾ എൻ്റെ മുന്നിൽ ഞാനൊരു ശ്മശാനം കണ്ടു. ആ ശ്മശാനത്തെപ്പറ്റി പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ആദ്യമായി അത് കണ്ടത്. ആ ശ്മശാനത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പൊളിഞ്ഞിരുന്നു. ആ പൊളിഞ്ഞ ഭിത്തിയുടെ വലിയ വിടവിലൂടെ ശ്മശാനത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ പിൻഭാഗം ഞാൻ അപ്പോഴും കണ്ടു. ഞാനവൻ്റെ പിന്നാലെ തന്നെ അവിടേക്ക് ചെന്നു. സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. ഈ സമയം വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായിരുന്നു. എന്നിട്ട് കൂടിയും ഞാൻ അവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞു. ശ്മശാനത്തിനകത്തേക്ക് കടന്ന എൻ്റെ ആ കൂട്ടുകാരനെ അവിടെയെല്ലാം തിരഞ്ഞു. പക്ഷേ അവിടെയെങ്ങും എനിക്കവനെ കാണാൻ കഴിഞ്ഞില്ല. നിറയെ കല്ലറകൾ അവിടെ ഉണ്ടായിരുന്നു. അതിനടുത്തെല്ലാം വലിയ കുറ്റിക്കാടുകളും. ഞാൻ അവിടെയെല്ലാം കയറി ഇറങ്ങി നടന്നു. അപ്പോഴും എൻ്റെ ചങ്ങാതിയെ എനിക്ക് കണ്ടെത്താനായില്ല. ഒടുവിൽ തോൽവി സമ്മതിച്ച് ഞാൻ ഉച്ചത്തിൽ അവൻ്റെ പേര് ചൊല്ലി വിളിച്ചു. നേരം ഏറെ വൈകി കേട്ടോ, ഇനി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. പറഞ്ഞു തീർന്നതും പിന്നിൽ നിന്ന് ആരോ എൻ്റെ തോളിൽ സ്പർശിച്ചു. പിറകിൽ എൻ്റെ കൂട്ടുകാരനായിരിക്കുമെന്നോർത്ത് ഉടൻ ഞാൻ തിരിഞ്ഞു നോക്കി. പക്ഷേ എൻ്റെ പിന്നിൽ ആരുമില്ലായിരുന്നു. നീ പിന്നെയും ഒളിച്ചോ? ഞാൻ കളി നിർത്തിയെന്ന് പറഞ്ഞില്ലേ? വാ, നമുക്ക് വീട്ടിൽ പോകാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയിലും വീണ്ടും പിന്നിൽ നിന്ന് ആരോ എൻ്റെ തോളിൽ തട്ടി. വെട്ടിത്തിരിഞ്ഞു നോക്കിയെങ്കിലും ഇത്തവണയും അവിടെ ആരുമില്ലായിരുന്നു. എനിക്കപ്പോൾ ഒരു പന്തികേട് തോന്നി. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ പേര് ഉറക്കെ ഉറക്കെ വിളിച്ചു. ഇപ്രാവശ്യം ആരോ ശക്തിയായി എൻ്റെ മുതുകിലടിച്ചു. ആ അടിയേറ്റ് ഞാൻ താഴേക്ക് വീണു. കമിഴ്ന്ന നിലത്തേക്ക് വീണ എൻ്റെ രണ്ട് കാലിലും ആരോ പിടിച്ച് പിറകിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അതാരാണെന്ന് പോലും കാണാൻ എനിക്ക് കഴിയുന്നില്ലായിരുന്നു.
ഏതോ ഒരു അദൃശ്യ ശക്തി തന്നെയായിരുന്നു അത്. കാരണം അത്രയും വേഗത്തിലായിരുന്നു എന്നെ അത് പിന്നിലേക്ക് വലിച്ചു കൊണ്ടുപോയത്. പേടിച്ച് വിറച്ച് ഞാൻ കൈകാലിട്ടടിച്ച് വലിയ വായിൽ കരയാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ എവിടെ നിന്നോ അവിടെ ഓടിയെത്തി. താഴെ കിടന്ന എന്നെ അവൻ വലിച്ചെണീൽപ്പിച്ച് ഞാനും അവനും ആ ശ്മശാനത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു. വീട്ടിലേക്ക് ഓടുന്ന ഓട്ടത്തിൽ കിതച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം ആ കൂട്ടുകാരനോട് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോഴേ അവനതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ എൻ്റെ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതോടെ അമ്മ എന്നെ ഏറെ ശകാരിച്ചു. ശകാരത്തിനോടൊപ്പം തന്നെ അമ്മയുടെ വക നല്ല തല്ലുകൂടി കിട്ടിയതോടെ പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ആ ഭാഗത്തേക്ക് കളിക്കാൻ പോകുന്നത് നിർത്തി.